എറണാകുളം സ്റ്റാൻഡ് ഇത് തന്നെയല്ലേ മോനെ? അതെ. ആ എന്തായാലും എറണാകുളം എത്തി, സമാധാനമായി. എടാ എൻ്റെ മോനെ കണ്ടോ? തങ്കച്ചനെ കണ്ടോ? അല്ല, അവൻ പുറകിലത്തെ സീറ്റിൽ ഇരിക്കുമായിരുന്നു. ഇവിടെ കൊണ്ട് നിർത്തി എൻ്റെ മോൻ തങ്കച്ചൻ. അവൻ എറണാകുളം കാണണമെന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടിക്കൊണ്ടിങ്ങ് വന്നതാ. അവന് ഛർദ്ദിക്കുന്നേ, അവനെ പുറകെ കൊണ്ട് ഇരുത്തിയതാ. എന്നിട്ട് അവനെ ഇപ്പൊ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. നീ എവിടെ പോവാ? എന്നെ ഇറങ്ങനെ കണ്ടോ? അരു मैंने से करने के लिए सीता ना തങ്കച്ചൻ, എൻ്റെ മോൻ തങ്കച്ചൻ. നീ കണ്ടോ? ദൈവം തമ്പുരാൻ, ഇതുപോലത്തെ വല്ല പെണ്ണുങ്ങളെ കണ്ടില്ല അതിന്റെ പിന്നാലെ പോയതാണോ? ഉസ്ലാം പെട്ടിക്കൊന്നും ഞാനില്ല, എൻ്റെ തങ്കച്ചനെ കൊണ്ട് ഞാൻ പോരുന്നുള്ളൂ. നിങ്ങൾ ഉസ്ലാം പെട്ടിയോ? തങ്കച്ച നീ എവിടെ പോയി കിടക്കുക? അമ്മച്ചി നമുക്ക് അതെ അതെ വിട്ടോ വിട്ടോ. ഞാൻ എങ്ങോട്ട്? അല്ല അതെ, മൊത്തം ഒരു ചെറിയ പ്രശ്നമായി. എന്നാ പ്രശ്നം? അമ്മച്ചി എന്നെ ബാക്കി കൊണ്ടു ഛർദ്ദിക്കാനല്ലേ ഇരുത്തിയേ? എടാ മുടിഞ്ഞവനെ, ഞാൻ നിന്നെ തപ്പിയല്ലേ എവിടെയെല്ലാം പോയി അറിയാമോ? അയ്യോ ഒന്നും പറയണ്ട അമ്മച്ചി, എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ മുടി മണക്കണമെന്നല്ല അമ്മച്ചി പറഞ്ഞേ. എന്നെ മുടി മണക്കണം? എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. അപ്പൊ എന്റെ മുടി എടുത്ത് എനിക്ക് മണക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ മുടി എടുത്ത് മണത്തും, മൊത്തം പ്രശ്നമായി. അവളിപ്പോ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. എങ്ങോട്ട്? വാ ഇങ്ങോട്ട് വാ, അത് നമുക്ക് പിന്നെ പറയാം. എന്റെ ചെറുക്കനെ കിട്ടിയതാവേ. ഞങ്ങൾ ഇനി മറൈൻ ഡ്രൈവില് എവിടെയാണ് മേനകയ്ക്ക് പോവാ അല്ലേ? അമ്മച്ചി വാ. കാണിക്കുന്നേ ഇതിലേ കയറുവാ. ഇതുവരെ തീർന്നില്ലേ? ഈ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കാം. തങ്കച്ച, നീ അങ്ങോട്ടാ എന്നെ ഈ വലിച്ചോണ്ട് പോന്നേ? ആ പെണ്ണ് പിടിക്കില്ലായിരുന്നപ്പോ ഓടിയില്ലായിരുന്നെങ്കിൽ എന്നെ പെണ്ണ് പിടിക്കാൻ നിന്നെ എന്നാ പറഞ്ഞോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ? എറണാകുളം കാണിക്കാന്നും പറഞ്ഞു. എന്നിട്ട് നീ എന്നാ കാണിച്ചേ? ഞാൻ എറണാകുളം കണ്ടു, തെറ്റായി പോയോ? എറണാകുളം കൊണ്ട് തെറ്റായിപ്പോയി. ഇവിടെ നമ്മുടെ പാലാരാമപുരം അല്ല ഇത്, എറണാകുളം അറിയാമോ? കണ്ടോ വണ്ടിയൊക്കെ ചീറിപ്പായിന്ന് കണ്ടോ? ആ ആൾക്കാരൊക്കെ നോക്കുന്ന കണ്ടോ? നമ്മുടെ നാട്ടിൻപുറം അല്ല ഇത്, ആദ്യം അത് മനസ്സിലാക്കി. അമ്മച്ചി ഒറ്റ ഒരുത്തിയല്ലേ കാരണം മുടി മണക്കാൻ പറഞ്ഞതല്ലേ പറ്റിപ്പോയത്. എടാ നിന്നോട് ഞാൻ മുടി മണക്കാൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളുടെ മുടി മണക്കാൻ പോയി? അതാ ഞാൻ ചോദിക്കുന്നത്. എന്നെ കെട്ടുപ്രായം തെരഞ്ഞെടുക്കുന്ന ചെറുപ്പക്കാരനെ ഞാൻ എന്നെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അമ്മച്ചിക്ക് അറിയാമോ, ഞാൻ കെട്ടുപ്രായം കഴിഞ്ഞ് നോക്കുക എന്റെ മൂക്കിൽ പല്ല് വരെ വന്നു. ഞാൻ നേരം വെളുത്തിട്ടും വായിലും പല്ല് തേക്കണം, മൂക്കിലും പല്ല് തേക്കണം. മൂക്കിലും വായിലും പല്ല് തേക്കാൻ ഞാൻ എന്നാ കാണിച്ചു? നീ എത്ര പെണ്ണുങ്ങളെ പോയി കണ്ടു? അതിന്റെ ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെട്ടോ? എല്ലാ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മക്കല്ലേ ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. നിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിടാൻ ഞാൻ സമ്മതിക്കല. നീ കല്യാണം കഴിച്ചു വിട്ടാ നീ ആ പെണ്ണിന്റെ മൂടി മണത്ത് അങ്ങനെ നടക്കുമല്ലേ ഉള്ളൂ. എന്റെ അമ്മച്ചി, പിന്നെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ പുറകെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ പുറകെ ഇനിയും ഞാൻ നടക്കണമെന്നാണ് അമ്മച്ചി പറയണേ. ശാന്തയുടെ പുറകെ നടക്കുന്ന കാര്യമല്ല എന്റെ തങ്കച്ച പറയുന്നത്. എടാ എനിക്ക് ആരുണ്ടോ എന്റെ പുറകെ നടക്കാൻ? ആരാടാ ഉള്ള തങ്കച്ച? അമ്മച്ചി എന്നെ വൃത്തിയോടായി പറഞ്ഞേ. നിന്നെ ഞാൻ എത്ര അടുത്ത് കണ്ട കാണിച്ചു? അതിന് നീ ഉത്തരം പറ. എത്ര സ്ഥലത്ത് നിന്നെ കാണിച്ചു? നിനക്ക് ഒന്നെങ്കിലും എന്റെ അമ്മച്ചി അതല്ലാന്ന്, എന്നെ കെട്ടിക്കൊണ്ട് അങ്ങോട്ടല്ല പോണേ, അവളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടല്ലേ വന്നെ. അപ്പൊ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവൂലേ? നീ ഉണ്ടായാലും ഉണ്ടായില്ലേലും എടാ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചവരുടെ അവസ്ഥ എന്നാന്നറിയോ? അതോ ഗതിയാണ്, മനസ്സിലായോ? നീ വാ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇനി എറണാകുളത്ത് ഏതെങ്കിലും ഒരു കിടുക്കം പീസനെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല പീസല്ല, ഏതെങ്കിലും കാണാൻ കൊള്ള ഐശ്വര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരും. ചാലിക്കോട്ടയിൽ മാമച്ചന്റെ മകൻ തങ്കച്ചനാണോ ഈ വർത്താനം എന്നോട് പറയുന്നേ? അത് തന്നെയാണോ? അത് അമ്മച്ചിക്കല്ല അറിയുള്ളൂ, എനിക്കറിയാമോ? അത് തന്നെയാ. ആണോ? നീ മാറ്റിയൊന്നും നിൽക്കണ്ട. അത് തന്നെയാ. ഞാൻ അതിൽ ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ചെറിയ തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട്. എന്നാ? എനിക്കും വേണം ഒരു കൂട്ട്. അമ്മച്ചി പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോകണോ? ഇത് നീ കല്യാണം കഴിച്ചു പോയാൽ ഞാൻ ഒറ്റപ്പെട്ട് പോലെ. എനിക്കും വേണം കൂട്ട്, വേണം. എനിക്ക് വേണം. അമ്മച്ചി കൂട്ട് വേണം. അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാം. അമ്മച്ചിക്ക് പറ്റിയൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കാം. അവിടെ ഒരു കൂട്ടല്ല, ഒരുപാട് കൂട്ടുണ്ടാവും. ഒരുപാട് കൂട്ടുണ്ടാവും? എവിടെ? അത് വൃദ്ധസദനം. അങ്ങ് വാടാ തങ്കച്ച. എന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ വായിലേക്ക് ഇട്ടേ ഉള്ളൂ. എന്ത് വായിലിട്ടാ നന്നായി, പുറത്തങ്ങാനിട്ടായിരുന്നു ഞാൻ തട്ടിപ്പ് മുന്നുകൂത്തി വീണ. എന്താണ് ഏതു നേരവും ഇടിയും പുറന്നു? എന്താണത് പ്രശ്നം? എന്താണ്? സഹോദരന്മാര് തമ്മിലുള്ള അംഗംവെട്ടാണ്. ഏട്ടൻ എന്തിനാണ് ഈ തണുപ്പത്ത് വന്ന് നിൽക്കണത്? മഴ മാറി പുറത്തേക്ക് ഇറങ്ങി 10 പേരുടെ കുറ്റം പറഞ്ഞിരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് നീ വന്നത്. നീ നമ്മുടെ ബിജുവിന്റെ കാര്യം അറിഞ്ഞ? ബിജുവാ? സാധാരണ ചേട്ടന്റെ മോൻ ബിജുവിന്റെ. അവനെന്നാ പറ്റേ? അവൻ മഴ വന്നാലും കുട എടുക്കാതെയാണല്ലോ പോവാറ്. അവൻ മഴ വന്നപ്പോ ട്രാൻസ്ഫോർമറിന്റെ അടിയിൽ കയറിയെന്ന. മഴ തീർന്നിട്ടും അവൻ ട്രാൻസ്ഫോർമറിന്റെ അടിയിൽ നിന്ന് പോയില്ല. എന്താ? ട്രാൻസ്ഫോർമർ വിടുക, അള്ളി പിടിച്ചിരിക്കണേല്ലേ.
എടാ കറണ്ട് അടിച്ച് എത്തന്ന് ചത്തുപോയാ? ആ നീ മറ്റേ സൂസിയുടെ കാര്യം പറഞ്ഞ സൂസിയുടെ എന്താ? സൂസിയുടെ മോളെ പട്ടി അടിച്ചടാ. ഈ സൂസിയുടെ മോൾ എന്തിനാ പട്ടിയെ കടിക്കാൻ പോണത്? സൂസിയുടെ മോളെ പട്ടി അടിക്കാൻ പോയതല്ല പറഞ്ഞത്, സൂസിയുടെ മോക്കിട്ട് പട്ടി അടിച്ചെന്ന്. സൂസിയുടെ മോളെ പട്ടി അടിച്ചാ? എന്നിട്ട് പിന്നെ എന്താണ് അപ്പത്തന്നെ ആൾക്കാർ കൂടി ഇവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് നേരെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞ് എന്തിന്റെ സൂക്കേടാന്നാണ് ഞാൻ ആലോചിക്കണത്. എന്നിട്ട് കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ മേനകാഗാന്ധി അപ്പൊ തന്നെ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സൂസിയുടെ മോക്കാ? സൂസിയുടെ മോക്കല്ല, സൂസിയുടെ വീട്ടുകാർ പട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കണം. അല്ല പട്ടിയായിട്ട് അടിച്ചാൽ മതിയായിരുന്നു. പറച്ചിലേട്ടാത്തൊന്നും മനുഷ്യനായിട്ടാ ജനിച്ചേക്കണേ. നീ ശരിക്കും 2ാം കൂടിയാണ് അല്ലെങ്കിൽ 3ാം കൂടിയാണ്? 2ാം കൂടി ആയാലും 3ാം കൂടി ആയാലും എന്തായിട്ട കാര്യം? വീട്ടിലുള്ളവര് മൊത്തം കൂടിയാ. അത് പണ്ട് പോലെയുള്ള ആളല്ല. പെങ്ങളൊരെണ്ണം ഉണ്ടായിരുന്നില്ലേ? അവിടെ ഇപ്പൊ കാണാനില്ലല്ലോ. അതെ, ഈ പ്രായപൂർത്തിയായ പെൺപിള്ളേര് വീട്ടിൽ നിന്നാലേ അച്ഛനമ്മമാർക്കൊരു വിഷമ. അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടി അവള് വെളുപ്പിനെ ഇറങ്ങി പോകും, സന്ധ്യ ആവുമ്പോ വരും. ചാലക്കുടി അതിരമ്പള്ളി ഭാഗത്ത് പുലി ഇറങ്ങിയെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നല്ല. അത് ടിവിയിലും ഭയങ്കര വാർത്തയായിരുന്നു. പുലിനെ പിടിക്കാൻ ഒരാളും ഇല്ല, 5 ലക്ഷം രൂപ കൊടുക്കാന്ന് അവർ പറയണുണ്ട്. അവസാനം ആ നാട്ടിലൊന്നും ആളില്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാരണന്റെ മകൻ രഘുവാണ് ഇവിടെ നിന്ന് പോയത്. അവരല്ലെങ്കിലും കുടുംബപരമായിട്ട് സാഹസികരല്ലേ ഏട്ടാ? അവനും അവന്റെ അച്ഛനും അവന്റെ അമ്മാവനും ചിറ്റപ്പനും ഒക്കെ സാഹസികരല്ലേ? നാളെ ഇപ്പൊ വൈകിട്ട് 5:30 മണിക്കാറ്റാണ് സംസ്കാര ചടങ്ങ്. പുലിയുടെ അല്ല അവന്റെ. നിങ്ങള് ബോഡി കൊണ്ടുവരുമെന്ന് പറയണം. ആ മെമ്പറേ ഒന്ന് കാണാതിരിക്കണായിരുന്നു. ഞാൻ ഇപ്പൊ പോലീസായിട്ടൊക്കെ നല്ല പിടിയല്ലേ? ഓ പിടിയാണ്. ആഭ്യന്തരമായിട്ട് എങ്ങനെയാണ്? എടാപ്പട പിടിയല്ലേ? നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുമോ? എന്തും ചെയ്തു തരും മെമ്പർ. നമ്മുടെ കപ്പ കൃഷിയിൽ ഒരൊറ്റ കപ്പ പോലും കിട്ടുന്നില്ല. അതിനാ കപ്പ മുഴുവൻ തുറപ്പം തിന്നണേ. നമുക്ക് 2 പോലീസുകാരൊന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടാൻ പറ്റുമോ? പോലീസുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ഫീമെയിൽ ഇടാം, വനിതാ മതി. വനിതകളാണെങ്കിൽ വേണ്ട. സംഘർഷമൊന്നും ഇല്ലല്ലോ ഇവിടെ. സംഘർഷമല്ല, വനിതാ പോലീസ് ആണെങ്കിൽ ഡ്യൂട്ടിക്ക് ഇടാതിരിക്കണേ നല്ലത്. കപ്പയിന് അമ്മനെ തുറപ്പിന് അവരെ പിടിപ്പിച്ചെന്നും പറഞ്ഞ് ഞാനും അപ്പനും കൂടി ആക്കും. എടോ ശരിക്കും തന്റെ കപ്പ തിന്നണത് തുരപ്പനാണോ അപ്പനാണോ? എന്തായാലും ഞങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം കാര്യം. അല്ലാണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് ഇനി ഒരു വനിതാ പോലീസിനെ വിളിക്കാം. എന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഒരു സെക്കൻഡ്. ഹലോ, അതിർത്തി പ്രശ്നമോ? ഞാൻ വന്നിട്ട് തീർക്കാം. തിരക്കൂടെ തിരക്കാണെന്ന് കാണാം. വരാം. വിചാരം കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അപ്പുറത്തെ 2 പേരുടെ അപ്പുറം ഇപ്പുറം നിന്നുള്ള അതിർത്തി തർക്കണി കാണണം. ആര്? സതിയുടെ വീട്ടിലെ? സതിയുടെ വായിന്ന് തന്നെ തെറി കേട്ടിട്ടുണ്ട്. എന്നതാ കാണിക്കണടാ? രാവിലെ മോന് കാണും. ഞാനിവിടെ പത്രത്തിലിരുന്ന് കസേര വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കിഴങ്ങുമോറിന് ഇവിടെ വന്നിട്ട് എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? എന്താന്നല്ല, എന്നോട് വന്ന് ചോദിക്കാണ്, ചേട്ടന് ഭാര്യ ഉണ്ടോന്ന്. നീ കല്യാണം കഴിച്ചാ? പിന്നെ ഞാൻ കല്യാണം കഴിച്ചല്ലേ? 12 വർഷം കൂടിയല്ലേ എന്റെ കല്യാണം നടന്നത്. 12 വർഷം കൂടി കല്യാണം കഴിക്കാൻ നീ നീലക്കുറിഞ്ഞ? അതല്ല, 12 വർഷം കല്യാണം അന്വേഷിച്ച് നടന്നിട്ടല്ലേ എനിക്കൊരു പെണ്ണിനെ കിട്ടിയെന്ന്. നിന്റെ വൈഫ് ഉണ്ടാന്ന് ചോദിക്കണത് ഒരു തെറ്റൊന്നും അല്ല. അവനെ വന്ന് എന്നോട് ചോദിച്ചേ, എന്നോട് ചോദിക്കണേ വൈഫ് ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറയണ ഒരു ഇത്തിരി നേരം അവനൊന്ന് കൊടുക്കാൻ പോകുന്നു. പറഞ്ഞേക്ക്, ഇവിടെ വന്ന് മാന്യമായിട്ട് മാന്യനല്ലെങ്കിൽ പോലും മാന്യമായിട്ട് താമസിക്കാൻ ശ്രമിക്കുന്ന അവന്റെ വീട്ടിൽ വന്നിട്ട് വൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത്തിരി അടുത്തൊക്കെ തരുമോന്ന് ചോദിക്കും. താടി വെച്ച അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലോ. നീ ഇവിടെ നിൽക്കും. അവന്റെ വൈഫിന് ഇത്തിരി നേരത്തേക്ക് തരുമോന്ന് ചോദിച്ചത് എന്തിന്റെ അർത്ഥത്തിലാണ്? ചേട്ടാ വൈഫിനല്ല ചേട്ടാ ചോദിച്ചത്. ചേട്ടാ വൈഫിനല്ല ചേട്ടാ, ഇവിടെ വൈഫൈ ഉണ്ടെന്നാ ചേട്ടാ ചോദിച്ചത്. വൈഫൈ അത് ഇവന് ചോദിക്കാൻ കൊള്ളാമോ? ഞാനതാ ചോദിക്കണം. ഇവൻ എന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ? പിന്നെ ടീം ഇവിടെ കളി നടത്താൻ ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലേ ഇത്? എടാ, അമ്മയും പെങ്ങാമാരി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിന്നോട് വൈഫ് ഏത് വൈഫൈ ഏതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ നിന്നാൽ എന്റെ വൈഫ് വല്ലവന്റെ കൂടെ പോകും.